അതെ, മൂവാണ്ട മാങ്ങ വെച്ചിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പുഡിംഗാണ് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് പീസുകളാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ മറ്റു 2 മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിൽ അതിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. കൂടുതൽ നാരില്ലാത്ത ഏത് നാടൻ മാങ്ങ നമുക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മാങ്ങയുടെ പൾപ്പ് അരച്ചുണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പാല് ചൂടായി വരുമ്പോൾ ഒരു ബൗളിലോട്ട് തണുത്ത പാലും കുറച്ച് കസ്റ്റാർഡ് പൗഡറും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കുറുകി വരും. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് റെഡി ആകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എങ്ങനെ ചെയ്യാന്നുള്ളത്, അധികം വീഡിയോയിൽ കാണിക്കാറുണ്ട്, അതപ്പോൾ ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രം. പിന്നെ ഒരു ബൗളിലോട്ട് ഞാനിത് മാംഗോ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്കും അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇത് പുഡിംഗ് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് ബ്രെഡ് അതിൻ്റെ അരികുവശമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 4 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ നേരത്തെ കസ്റ്റാർഡ് മിക്സിൽ മാംഗോ ചേർത്ത് മിക്സ് ചെയ്തല്ലോ, അത് നന്നായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെയും അതിൻ്റെ മുകളിൽ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പ്ലേറ്റിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പ്ലേറ്റ് ഫുള്ള് ഇങ്ങോട്ട് നിരത്തി ഇങ്ങോട്ട് വെച്ചോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തന്നെ. പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റാർഡ് മിക്സിൽ ഇങ്ങോട്ട് ബ്രെഡ് ഇങ്ങോട്ട് കുളിക്കട്ടെ എന്ന്. ഇനി ഇത് അതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും മാംഗോ പേസ്റ്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് കോരി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തന്നെ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തിക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ തീരുന്നതിന് മുമ്പേ ഇതൊക്കെ ട്രൈ ആക്കണം കേട്ടോ. മാങ്ങ സീസണ് കഴിഞ്ഞിട്ട് അതൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലേറ്റ് ഫുള്ളായിട്ട് ഞാൻ അങ്ങോട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നേരത്തെ മാംഗോ പീസുകൾ എടുത്തു വെച്ചല്ലോ, അത് ഇതുപോലെ അങ്ങോട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് നട്ട്സ് ക്രഷ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ ഞാനിവിടെ ബദാമും പിസ്തയാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കാഷ്യൂ ആയാലും ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി എന്ത് വേണം, ഒരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. വെറുതെ പറയല്ല കേട്ടോ, സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.